Hello students, welcome to iFor Education. അപ്പോൾ CUTക്ക് ഇനി ആകെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ എല്ലാവരും സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങിയെന്ന് വിചാരിക്കുകയാണ്. ഇനിയും തുടങ്ങാത്ത ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാര്യം എന്താ വെച്ചാൽ എക്സാമിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഏതാണെന്ന് വെച്ചാൽ ഷെഡ്യൂൾസ് ഓഫ് റെയിൻഫോഴ്സ്മെൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ബിഹേവിയേഴ്സ് ഇല്ലേ, നമ്മുടെ ഒരുപാട് സ്വഭാവങ്ങൾ നമ്മൾ ചെറുപ്പം തൊട്ട് ലേൺ ചെയ്യുന്നതും നമ്മളെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നതുമായിട്ടുള്ള ഒരുപാട് ബിഹേവിയേഴ്സ്. പാരൻസിൻ്റെ അടുത്ത് കിട്ടുന്നതൊക്കെ ജീൻ വഴി കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ ലേൺ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളത് ലേൺ ചെയ്യുന്നത്? പലരും നമ്മൾ ഏതെങ്കിലും ഒരു സ്വഭാവം കാണിക്കുന്ന സമയത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മൾ ഇപ്പോഴും ആ സ്വഭാവം തുടർന്നു വരുന്നത് അല്ലേ. ചെറുപ്പത്തിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പാരൻസ് നമ്മളെ എൻകറേജ് ചെയ്യുക, ബ്രഷ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്ന സമയത്താണല്ലോ നമ്മളതൊരു ഹാബിറ്റാക്കി മാറ്റുന്നത്. അപ്പോൾ അതുപോലെ ഒരുപാട് ബിഹേവിയേഴ്സ്, നമുക്ക് ഇപ്പോൾ ഉള്ള ഒരുപാട് നല്ല ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് കൈൻഡ് ഓഫ് ബിഹേവിയേഴ്സ് എങ്ങനെയാണ് നമ്മൾ ലേൺ ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു എക്സാമ്പിളാണ് ഈ ഷെഡ്യൂൾസ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഷെഡ്യൂൾസ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ്? BF സ്കിന്നർ എന്ന് പറഞ്ഞൊരാൾ, ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്നു അദ്ദേഹമാണ് നമുക്ക് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിലൂടെ ഷെഡ്യൂൾസ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പരിചയപ്പെടുത്തിയത്. ഓക്കെ, എന്താണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറയുന്നത്? നമ്മളൊരു ബിഹേവിയർ എങ്ങനെയാണ് ലേൺ ചെയ്യുന്നത്? നമ്മളൊരു ബിഹേവിയർ കാണിക്കുന്ന സമയത്ത് ആളുകൾ അതിനെ റെയിൻഫോഴ്സ്മെൻറ്റ് ചെയ്യുകയാണ്, അതായത് ആളുകൾ അതിനെ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ആ ബിഹേവിയർ അതിനെ പണിഷ്മെൻറ്റ് തരികയാണ്, അല്ലെങ്കിൽ നമ്മളൊന്ന് അടിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വഴക്ക് പറയുകയാണ്, അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മളത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയില്ല, നമ്മളത് ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഇതിനെയാണ് ഷെഡ്യൂൾസ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്തൊക്കെയാണ് ഷെഡ്യൂൾസ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഷെഡ്യൂൾസ് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റിനെ നമ്മൾ ആദ്യം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: കണ്ടിന്യൂസ് റെയിൻഫോഴ്സ്മെൻറ്റും പാർഷ്യൽ റെയിൻഫോഴ്സ്മെൻറ്റും. പാർഷ്യൽ റെയിൻഫോഴ്സ്മെൻറ്റ് വീണ്ടും രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ഇൻ്റർവെല്ലും റേഷ്യോയും. ഇൻ്റർവെല്ലിനെ ഫിക്സഡ് ഇൻ്റർവെൽ എന്നും വാരിയബിൾ ഇൻ്റർവെൽ എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റേഷ്യോനെ ഫിക്സഡ് റേഷ്യോ എന്നും വാരിയബിൾ റേഷ്യോ എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ആദ്യമായിട്ട് എന്താണ് കണ്ടിന്യൂസ് റെയിൻഫോഴ്സ്മെൻറ്റ്? കണ്ടിന്യൂസ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഈച്ച് ആൻഡ് എവറി ബിഹേവിയർ നമ്മളിങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമുക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടി എല്ലാ പ്രാവശ്യവും എക്സാമിൽ ജയിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മൾ അയാളെ ഇങ്ങനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. എല്ലാ പ്രാവശ്യവും ഈച്ച് ആൻഡ് എവറി റെസ്പോൺസിനെ നമ്മൾ റെയിൻഫോഴ്സ് ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂസ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ റെയിൻഫോഴ്സ്മെൻ്റ് ആണെങ്കിലോ, പാർഷ്യൽ റെയിൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രാവശ്യവും ഈ കുട്ടി ജയിച്ച് വരുന്ന സമയത്തൊന്നും ഈ കുട്ടീനെ എൻകറേജ് ചെയ്യുന്നില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ നല്ല മാർക്ക് കിട്ടുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ നമ്മൾ എൻകറേജ് ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂസ് ആയിട്ടല്ല, പാർഷ്യലായിട്ടാണ് നമ്മളിവിടെ റെയിൻഫോഴ്സ് ചെയ്യുന്നത്. ഈ ഒരു ബിഹേവിയറാണ് കൺസിസ്റ്റൻസി കൂടുതൽ എന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ കാലം നിലനിൽക്കാൻ സാധ്യതയുള്ളത് പാർഷ്യൽ റെയിൻഫോഴ്സ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ ഇനി അടുത്തതാണ് ഫിക്സഡ് റേഷ്യോ. എന്താണ് ഫിക്സഡ് റേഷ്യോ? ഈ ഒരു പിക്ചർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഫിക്സഡ് റേഷ്യോ എന്നുള്ളത്. ഓക്കെ, നമ്മുടെ വീട്ടിലൊക്കെ ട്രെയിനീസ് വരാറില്ലേ? ഈ ട്രെയിനീസ് അവരുടെ കയ്യിൽ ചിലപ്പോൾ പുസ്തകങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില സാധനങ്ങളായിരിക്കാം. ഇവിടെ ഇവരുടെ അടുത്ത് പറയുന്നത് എന്താണ്? റെയിൻഫോഴ്സ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ആഫ്റ്റർ എ ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസസ്. അങ്ങനെ പറഞ്ഞാൽ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസസ് കാണിക്കുന്ന സമയത്താണ് ഇവർക്ക് റെയിൻഫോഴ്സ്മെൻ്റ് ആയിട്ടുള്ള ഇവരുടെ സാലറി കിട്ടുക. അതായത് ഈ ഒരു 10 ബുക്ക് വിറ്റാൽ മാത്രമേ ഇവർക്ക് ഒരു പോയിൻ്റ് അല്ലെങ്കിൽ ഒരു സാലറി കിട്ടുള്ളൂ. ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസസ്. ഈ റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസ്, അതായത് നമ്പർ ഓഫ് റെസ്പോൺസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത് ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസസ് കാണിക്കുന്ന സമയത്താണ് ഇവിടെ ഇവർക്ക് റെയിൻഫോഴ്സ്മെൻറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, വാരിയബിൾ റേഷ്യോ. എന്തായിരിക്കും വാരിയബിൾ റേഷ്യോ? ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? ഫിക്സഡ് നമ്പർ ഓഫ് റെസ്പോൺസ് അല്ലേ. വാരിയബിൾ റേഷ്യോ ആവുന്ന സമയത്ത് ഇവിടെയാണ് എന്ത്? വാരിയബിൾ നമ്പർ ഓഫ് റെസ്പോൺസസ് ആണ്. ഓക്കെ, വാരിയബിൾ നമ്പർ ഓഫ് റെസ്പോൺസസ്. അതായത് ഇപ്പോൾ യൂട്യൂബേഴ്സിൻ്റെ സാലറി എന്ന് നോക്കിയേ. യൂട്യൂബേഴ്സിൻ്റെ സാലറി അവരുടെ റെസ്പോൺസസിനനുസരിച്ചാണല്ലേ. ആദ്യം അവരുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് ഇത്ര റെസ്പോൺസ് അല്ലെങ്കിൽ ഇത്ര വീഡിയോസ് അവർ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യത്തെ പ്ലേ ബട്ടൺ കിട്ടുന്ന സമയത്ത് എങ്ങനെയാണ്? പ്ലേ ബട്ടൺ ആദ്യത്തെ 100K ആവാൻ വേണ്ടിയിട്ട്, ആദ്യത്തെ സിൽവർ ബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് 100K ആവാൻ വേണ്ടിയിട്ട് അവർ ഇത്ര വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഇൻ്റർവെൽ എങ്ങനെയാണ്? പിന്നത്തെ ഒരു ഗോൾഡൻ ബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ 1 മില്യൺ അടിക്കണം.
ആയിരിക്കണം അല്ലേ? അപ്പോൾ അതിൻ്റെ ഇടയിലുള്ളൊരു ഇൻ്റർവെൽ എന്ന് പറയുന്നത് വാരി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വാരിയബിൾ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്പർ ഓഫ് റെസ്പോൺസ് ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെങ്കിൽ നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഫിക്സഡ് ഇൻ്റർവെൽ റേഷ്യോ ആണ്. ഇങ്ങനെ പറയുന്ന സമയത്ത് ഫിക്സഡ്, ഇവിടെ ഇൻ്റർവെൽ ആയതുകൊണ്ട് ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് ടൈം ആണ്. ഓക്കെ, ഇൻ്റർവെൽ എന്ന് സൂചിപ്പിക്കുന്നത് എമൗണ്ട് ഓഫ് ടൈം ആണ്. റേഷ്യോ എന്ന് സൂചിപ്പിക്കുന്നത് എന്തിനായിരുന്നു റേഷ്യോ എന്ന് സൂചിപ്പിക്കുന്നത്? നമ്പർ ഓഫ് റെസ്പോൺസസിനെയാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ടൈമിനെയാണ്. അതായത് ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ സാലറി നോക്കാം. അവരെങ്ങനെയൊക്കെ വർക്ക് ചെയ്താലും ഒരു മാസം കഴിയുന്ന സമയത്ത്, അതാണ് ഫിക്സഡ് ഇൻ്റർവെൽ. അവിടെ ഒരു മാസം കഴിയുന്ന സമയത്ത് അവർക്ക് എന്ത് കിട്ടും? കറക്റ്റ് സാലറി കിട്ടും അല്ലേ? അതാണ് ഒരു ഫിക്സഡ് ടൈമിൽ റെയിൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിക്സഡ് ഇൻ്റർവെൽ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് എന്തായിരിക്കും? വാരിയബിൾ അപ്പോൾ അടുത്ത എന്തായിരിക്കും? വാരിയബിൾ ഇൻ്റർവെൽ. ഇവിടെ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും, വാരിയബിൾ ഇൻ്റർവെൽ എന്ന് പറയുന്ന സമയത്ത് വാരിയബിൾ എമൗണ്ട് ഓഫ് ടൈം ആണ്. ഓക്കെ, ഇവിടെ ടൈം എന്ന് പറയുന്നത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ മീൻ പിടിക്കുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ മീൻ പിടിക്കാൻ നമ്മൾ ഇരിക്കുന്ന സമയത്ത് എപ്പോഴാണ് മീൻ കിട്ടുക എന്നുള്ളത് ആർക്കും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അല്ലേ? എപ്പം മീൻ കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണ്? വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ പെട്ടെന്ന് മീൻ കിട്ടാം, ചിലപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടായിരിക്കും മീൻ കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നമ്മളെ ടൈം വാരി ചെയ്തുകൊണ്ടിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വാരിയബിൾ ഇൻ്റർവെൽ റേഷ്യോ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ റെസ്പോൺസസ് ഉണ്ടായിരിക്കുക ഇതിനാണെന്നാണ്, ഈ ഒരു റെയിൻഫോഴ്സ്മെൻറ്റിനാണെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുക. CUTക്ക് ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.